കൊറോണ വന്ന് പോയ വ്യക്തികളിലെല്ലാം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അമിതമായ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവർ, അമിതമായിട്ട് ജോലിഭാരമുള്ളവർ, അമിതമായി ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നവർ, ഉറക്കമില്ലായ്മയെ പറ്റി പറയുന്നുണ്ട്. ഉറക്കമില്ലാതെ പോകുന്ന ഓരോ മണിക്കൂറുകളും നമ്മുടെ ശരീരം എഴുതി സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉറക്കത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ, അതുകൂടാതെ ഏതെങ്കിലും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇൻഫ്ലമേഷൻ ഉള്ളവരൊക്കെ, പിന്നെ അമിതമായിട്ട് മരുന്നുകളുടെ ഉപയോഗമുള്ളവർ, ഡീഹൈഡ്രേഷനിലൂടെ കടന്നു പോകുന്നവർ. അപ്പം ഞാൻ ഇതിൻ്റെ പല കാരണങ്ങളും പറഞ്ഞു. നിങ്ങളൊന്ന് നോക്കുക, ഇതിൽ ഏത് കാരണം കൊണ്ടാണ് എനിക്കിത് വന്നേ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രശ്ന പരിഹാരവും നിങ്ങളിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ അമിത ഉപയോഗമാണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കുക തന്നെ ചെയ്യണം. ജോലി സമ്മർദ്ദമാണെങ്കിൽ അതിന് സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തും. ഇതിനൊപ്പം തന്നെ ഞാൻ 2 സൊല്യൂഷൻസ് കൂടി പറഞ്ഞു തരികയാണ്. ഒന്ന്, വെയിൽ കൊണ്ടുള്ള വ്യായാമം. വെയിൽ കൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ ഒന്ന്, നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുന്നു. 2, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയുന്നു. ഇത് രണ്ടും ഈ പ്രശ്നത്തിന് പരിഹാരമാണ്. അടുത്തത്, വെളുത്തുള്ളി, ഗ്രാമ്പു, കുരുമുളക് 3 ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഇൻഫ്ലമേഷൻ കുറയും. ഇതും ചെയ്യുക. അതിനുശേഷവും നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ സപ്പോർട്ട് തേടണമെന്ന് അപേക്ഷിക്കുന്നു.